നമസ്കാരം. പക അടങ്ങാതെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അശാന്തിയുടെ വിത്തുകൾ വാരി വിതറുകയാണ്. കശ്മീരിൽ പാകിസ്ഥാൻ കുതന്ത്രങ്ങൾ മെനയുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. സുരക്ഷാ സ്ഥിതിഗതികൾ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ ഉന്നത പരിശീലനം നേടിയ വിദേശ ഭീകരരെ ജമ്മു കശ്മീരിലേക്ക് തള്ളിവിടുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞത്. ഇപ്പോഴത്തെ അശാന്തി നിയന്ത്രിക്കപ്പെടുമെന്ന് ജമ്മുകശ്മീരിലെയും രാജ്യത്തെയും ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ ഉയർന്ന വിദേശ പരിശീലനം നേടിയ ഭീകരരെ ജമ്മുകശ്മീരിലേക്ക് തള്ളിവിടുകയാണ് എന്ന് മനോജ് സിൻഹ അവകാശപ്പെട്ടത് വെറുതെയല്ല. അയൽരാജ്യത്തിന്റെ പദ്ധതികൾ പരാജയപ്പെടുത്താൻ മികച്ച തന്ത്രമാണ് ഇന്ത്യ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുള്ളത് മികച്ച രീതിയിലാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത 3 മാസത്തിനുള്ളിൽ സ്ഥിതിഗതികളിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. മുമ്പ് സമാധാനപരമായ അന്തരീക്ഷത്തിന് പേരുകേട്ട ജമ്മു മേഖലയിൽ പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ തീവ്രവാദ സംഭവങ്ങളുടെ വർധനവുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കത്വയിൽ സേനാ വാഹന വ്യൂഹത്തിനും തീർത്ഥാടക ബസിനുമെതിരെ നടന്ന ആക്രമണങ്ങളും സൈനികർ വീരമൃത്യു വരിച്ചതും വളർന്നുവരുന്ന ഭീഷണി ഉയർത്തിക്കാട്ടുന്നുണ്ട്. ശനിയാഴ്ച ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികരും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടിരുന്നു. ജമ്മു മേഖലയിലെ സംഭവങ്ങൾ അത്യന്തം ജാഗ്രതയോടും വിപുലമായിട്ടുമാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. സംഭവങ്ങൾ ഏറെ ദുഃഖകരമാണ്. തങ്ങൾ അവയെ അംഗീകരിക്കുകയും ഈ സംഭവങ്ങൾ തീർച്ചയായും നിയന്ത്രിക്കപ്പെടുമെന്ന് ജമ്മുകശ്മീരിലെയും രാജ്യത്തെയും ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് മനോജ് സിൻഹ പറഞ്ഞു വെക്കുന്നത്. അയൽരാജ്യം ഒരിക്കലും വിജയിക്കില്ല. പാകിസ്ഥാൻ ഭീകരതയുടെ ജന്മസ്ഥലമാണ്. അത് ഭീകരതയുടെ വേരുകൾ മുളയ്ക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യ അതിനെ നേരിടാൻ മികച്ച ശ്രമങ്ങൾ നടത്തുകയാണ്. മറ്റ് നിരവധി രാജ്യങ്ങളും ഈ ശ്രമങ്ങൾക്ക് സംഭാവന നൽകുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിൽ സൈന്യം, CRPF, ജമ്മുകശ്മീർ പോലീസ് എന്നിവയിൽ അദ്ദേഹം പൂർണ്ണ വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ജമ്മുകശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പാകിസ്ഥാന് ശക്തമായ കൈകളുണ്ട്. പക്ഷേ നമ്മൾ അടിവരയിടേണ്ട കാര്യം സ്വന്തം ആളുകൾക്ക് ഭക്ഷണം പോലും നൽകാൻ കഴിയാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കുള്ള പിന്തുണ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഇന്ത്യ ശോഭിക്കുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്തും ഇന്ത്യയുടെ ആഭ്യന്തര അതിനെ രാജ്യങ്ങൾ അംഗീകരിച്ചു. ഇതെല്ലാം പാകിസ്ഥാനെ ചൊടിപ്പിക്കുന്ന വസ്തുതകളാണ്. പാകിസ്ഥാൻ അസൂയയും അക്രമവും മൂത്താണ് ഇക്കണ്ട ദുഷ്പ്രവർത്തികൾ അത്രയും ചെയ്യുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് പരിശീലനം ലഭിച്ചവരെ ജമ്മുകശ്മീരിൽ ഭീകരാക്രമണങ്ങൾക്കായി നുഴഞ്ഞുകയറുന്നു. ഇത് പാകിസ്ഥാൻ തുടരെ ചെയ്തു വരുന്ന പ്രവൃത്തിയാണ്. രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ വിവരങ്ങളുണ്ട്. അയൽരാജ്യം എത്ര ശ്രമിച്ചാലും അവരുടെ രൂപകൽപ്പനയിൽ അവർ വിജയിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ പക്ഷം. സമഗ്രമായ തന്ത്രത്തിലൂടെ നുഴഞ്ഞുകയറുന്നവരെ ഇല്ലാതാക്കാൻ അനായാസം സാധിക്കും. സുരക്ഷാ ഗ്രിഡ് ശക്തിപ്പെടുത്തുകയാണ്. അതുവഴി സ്ഥിതിഗതികളിൽ സമ്പൂർണ്ണ മാറ്റം കൊണ്ടുവരുന്നുവെന്നും മനോജ് സിൻഹ ഊന്നി പറയുന്നുണ്ട്. ഭൂപ്രതിക്ക് അനുസൃതമായി സുരക്ഷാ സേന അവരുടെ തന്ത്രങ്ങൾ നടപ്പാക്കുകയാണ്. അയൽക്കാരൻ പാകിസ്ഥാൻ ഒരിക്കലും സമാധാനപരമായ ഒരു രാജ്യമല്ല. അടുത്ത കാലത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ ജമ്മു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെയേറെ നിർഭാഗ്യകരമാണെന്നും അപലപിക്കാൻ കഴിയില്ല എന്നും സിൻഹ പറയുന്നുണ്ട്. എന്തായാലും ജമ്മു കശ്മീരിൽ അശാന്തി പടർത്താൻ അക്ഷീണം പരിശ്രമിക്കുന്ന പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുവാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. മികച്ച തന്ത്രങ്ങളിലൂടെ സമയോചിതമായ ഇടപെടലിലൂടെ കൃത്യമായ കാര്യങ്ങൾ ഇന്ത്യ നീക്കുക തന്നെ ചെയ്യും. എത്ര കണ്ട് പാകിസ്ഥാൻ ശ്രമിച്ചാലും പാകിസ്ഥാന്റെ ഉദ്ദേശം ഇന്ത്യയിൽ നടക്കില്ല എന്നത് തന്നെയാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം.